ഇവൻ രചനയിലെ പുതിയ വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമ്മൾ സർവമായുടെ ഒരു 3 ഡിലീറ്റഡ് സീന് നമുക്ക് ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. ഇന്നലെ റിലീസായി, ഇന്ന് പറഞ്ഞ റിലീസായി, ഇന്നലെ പറഞ്ഞ റിലീസായിരുന്നു, പിന്നെ 2 ദിവസം മുമ്പ് റിലീസായിരുന്നു. അപ്പൊ നമുക്കത് കണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പാർട്ട് 1 ഞാൻ റിയാക്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത 3 നമ്മളിപ്പോ യൂട്യൂബിൽ അപ്ലോഡ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കണ്ട് റിയാക്ട് ചെയ്യണം. ആദ്യത്തെ പാർട്ട് കിട്ടിയിരുന്നു, എനിക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമാണെന്നുണ്ടെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഇവിടെ തൊട്ടാണ് കാണേണ്ടത് നമുക്ക്. സീൻ 2. ഓക്കെ, അച്ഛാ ഓക്കെ അല്ലേ? ഫുൾ കാണാറ് ഓക്കെയാണ്, നന്നായിട്ടുണ്ട്. അതെനിക്കറിയാം. ഇനി അച്ഛൻ പുറത്തോട്ടെ സൗണ്ട് ഓക്കെ ആണോ ചെക്ക് ചെല്ലേ. എനിക്ക് പോണ്ട സമയമായി. എൻ്റെ അച്ഛാ ഇത് തീർന്നു, സൗണ്ടും കൂടി ഉള്ളു ചെല്ല്. ആ ഇന്ദു, ഇതൊന്നും നോക്കൂ, എനിക്ക് തൃശ്ശൂർ വരെ പോണ്ടതാ, ലേറ്റായി. ശരി. കാനഡയിൽ ഒരു ബാധ ഒഴിപ്പിക്കല്. എടാ, കോവിഡ് സമയത്ത് ഞാൻ സെറ്റ് ചെയ്തൊരു പരിപാടിയാണ്. ഇനി ഇവിടെ നിന്ന് ഓൺലൈനിൽ ബാധ ഒഴിപ്പിക്കാം. ബാധയോ? ഓൺലൈനില് സീരിയസ് ആയിട്ട് നിന്നോട് കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നോട് അതിലും സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എടാ, മറ്റന്നാൾ ചൈനയിൽ ഒരു ബാധ ഒഴിപ്പിക്കല്. ഇവിടുന്ന് മെഡിസിൻ പഠിക്കാൻ പോയി ഒരു പെങ്കൊച്ച് അവിടുത്തെ അനാട്ടോമി ലാബിലെ ഒരു ചൈനീസ് അപ്പൂപ്പിൻ്റെ ഡെഡ് ബോഡി കണ്ടേ പിന്നെ ഫുൾ ചൈനീസിലാണ് അത്ര സംസാരം. ബാധ തന്നെ. അനുഭവം കൊണ്ട് പറയണോ? ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല മെൻ്റൽ സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ പരിപാടിക്ക് പോകരുത്. എന്താ എനിക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലേ? ഇനി എങ്ങാണം ആ പെങ്കൊച്ച് ചൈനീസ് അപ്പൂപ്പനായിട്ട് എന്നെ പേടിപ്പിക്കാൻ വന്നാ ഇത് കണ്ടോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് ഒഴിഞ്ഞു പോ ലീക്കായി കിളവൻ ഞെട്ടും. ഒരു കാര്യം ചെയ്യ്, കേറി പോയിട്ട് ആ സൗണ്ട് ക്ലിയർ ആണോ ചെക്ക്. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചെല്ലേ ചെന്നേ. അത് ശരി. അപ്പൊ ഓക്കെ, നമുക്ക് സീൻ 3 എന്താ നോക്കട്ടെ. സീൻ 3 അത് ശരി, പറയട്ടില്ല. ഓക്കെ, കണ്ട TDS ഇപ്പം 55 സാറിന് ഇപ്പോൾ വിശ്വാസമില്ലേ? ഇനി വെള്ളം തിളപ്പിക്കണമെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കുടിച്ചോ. ഇനി എപ്പോൾ സർവീസ് ചെയ്താലും ഇതുപോലെ എന്നെ വിളിച്ച് കാണിക്കണം, കേട്ടല്ലോ? ഈ സീനൊക്കെ എന്താ തിയേറ്ററിൽ എന്താ ഇടാണ്ടിരുന്നോ? മിനി മിനി റിട്ടേൺ ഓഫ് ദ ഡ്രാഗൺ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അല്ലെങ്കിലും ബർത്ത്ഡേക്ക് ഗിത്താറാണ് വൈബ്. ഇവന്മാര് എക്സ്പെൻസീവ് ആണ് സാറേ. കയ്യിലെ പെട്ടിയും ബാഗും കണ്ടിട്ട് ഇനി അങ്ങോട്ട് എക്സ്പെൻസീവ് ആവാനാണ് സാധ്യത. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് പാർട്ട് 4, ലാസ്റ്റ് പാർട്ട്. എല്ലാം 1 മിനിറ്റ് അതൊക്കെ സിനിമയിൽ കഴിഞ്ഞോടെ ആടിച്ചോണ്ട് പോകേണ്ട കാര്യമുള്ളൂ. എടോ സത്യം, ഞാൻ ഓർഡർ ചെയ്തല്ല. സാറിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആലോചിച്ച് സമയം എടുത്ത് കസ്റ്റമർ കെയറെ വിളിച്ച് പറഞ്ഞാൽ മതി. അവരതിനാണല്ലോ അവിടെ ഇരിക്കുന്നത്. ഈ സീൻ തിയേറ്ററിൽ കാണിച്ചിരുന്നല്ലോ. ഈ ടൗണിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഊടുവഴി എന്തെങ്കിലും സാറിന് അറിയോ? ഈ ഗർഭിണികളെയും മരിക്കാൻ എടുക്കുന്ന അപ്പൂപ്പന്മാരെയൊക്കെ കൊണ്ടാണ് എളുപ്പവഴി. ഇല്ല, ഈ ഒറ്റ റോഡേ ഉള്ളൂ. ഈ വഴിയാ ആടി. സാറിന് ഫീൽ ചെയ്യില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് കൂട്ടുകാരൻ തലയിൽ വെച്ച ഇലക്ട്രിക് ബൈക്കാണേ, ചാർജ് നിൽക്കൂല. ഈ ഗുദാമിലോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറ്റുമെങ്കിൽ ഇങ്ങനത്തെ സാധനം ഒന്ന് ഓർഡർ ചെയ്യാതിരിക്കാൻ പറ്റുമോ? എടോ എനിക്കിത് വേണ്ട. എന്നാ പിന്നെ ആ ചേച്ചിക്ക് എടുത്ത് കൊടുക്ക്, മാച്ചാവും. ഫെയർ സ്കിന്നാണ്. തനിക്ക് വായിൽ നാക്ക് വെച്ച് വല്ല തുണിക്കടയിൽ ജോലിക്ക് വെക്കൂടെ? പ്രഭേദൊന്ന് പേരിട്ടിട്ട് ഇറങ്ങിയേക്കണം മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി. അതിന്റെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആരൊക്കെ കിടന്ന് ചിരിക്കണ്ട്. ആ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ആരൊക്കെ കിടന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ചിരിക്കണ്ട്. എന്തായാലും കൊള്ളാം. അപ്പൊ ഇനിയും വരാനെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഓൾറെഡി 4 പാർട്ട് വന്നു. ഇനിയിപ്പോ അടുത്തതിന് വരാൻ തോന്നുന്നു. കാരണം അഖിൽ സത്യന്റെ യൂട്യൂബിലെ പുതിയ പേജിലാണ് ഇട്ടിട്ട്. ആദ്യത്തെ ഇട്ടത് അവരുടെ പ്രൊഡക്ഷന്റെ പേജിലിട്ടിരുന്നത്. ബാക്കി 3 പാർട്ടും അവരുടെ അഖിൽ സത്യന്റെ യൂട്യൂബ് പുതിയ പേജിലാണ് ഇട്ടത്. അപ്പൊ ഇനിയും വരാൻ്റെ ഇഷ്ടംപോലെ ഭാഗങ്ങൾ. എന്തായാലും അത് സിനിമയിൽ കൈയോടെ ആഡ് ചെയ്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. കാരണം ഓരോ മിനിറ്റ് ഒക്കെ വെച്ചുള്ളൂ. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ എന്തായാലും പടം ഇപ്പോഴും തിയേറ്ററിലല്ല, ഹൗസ്ഫുള്ളായിട്ടും നല്ലോണം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പടം നല്ല കളക്ഷൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലത്തെ സിനിമകളൊക്കെ ഇനിയും വരട്ടെ എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും